ധർമ്മത്തിന് വിനാശം സംഭവിക്കുമ്പോഴെല്ലാം, അധർമ്മം വർദ്ധിച്ചു വരുന്ന സമയങ്ങളിലെല്ലാം ഈ പ്രപഞ്ചത്തിലെ സത്പുരുഷന്മാരുടെ ഉന്നതിക്ക് വേണ്ടി, അധർമ്മികളുടെ വിനാശത്തിനു വേണ്ടിയും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയും നാം വീണ്ടും ജന്മമെടുക്കുന്നതായിരിക്കും. ഇതോരോ യുഗത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി ഭാവിയിലും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. നാം തന്നെയാണ് വിനാശമില്ലാത്ത പരമാത്മാവ്. നാം തന്നെയായിരുന്നു മത്സ്യാവതാരം. വാമനാവതാരം എടുത്തതും നാം തന്നെയായിരുന്നു. നാം പരശുരാമനായിരുന്നു. രാമചന്ദ്രനായും നാം അവതാരമെടുത്തിരുന്നു. നാം തന്നെയാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. നാം തന്നെയാണ് സരസ്വതിയും ലക്ഷ്മിയും ഭദ്രകാളിയുമെല്ലാം. നാം പുരുഷനുമല്ല, ഒരു സ്ത്രീയുമല്ല, നപുംസകവുമാകുന്നില്ല. നാം ഒരു ശരീരവുമല്ല, ശരീരഭാഗങ്ങളുമല്ല. നാം ജ്ഞാനമാണ്, സൃഷ്ടിയാണ്, ചൈതന്യമാണ്. നാം പരബ്രഹ്മവും നാം തന്നെ. നാം സമസ്തവുമാണ്. എന്നാൽ നാം ഒന്നും തന്നെയല്ല. എല്ലാ യുഗത്തിലും ഇപ്രകാരം സംഭവിച്ചിരുന്നു. ഇനി ഭാവിയിലും ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. നിനക്കാത്മജ്ഞാനം പ്രാപ്തമാകുന്ന സമയത്ത് പാർത്ഥ, നീയും സ്വയം നാമാണെന്ന വസ്തുത മനസ്സിലാക്കും. അപ്പോൾ നീയും നമ്മെപ്പോലെ തന്നെ സ്വയം പരമാത്മാവിന്റെ രൂപമാണെന്ന് തിരിച്ചറിയുന്നതാണ്. എന്നാൽ ആ പദവി പ്രാപ്തമാക്കുന്നതിനു വേണ്ടി നമ്മുടെ സമക്ഷം സമ്പൂർണമായ സമർപ്പണം അനിവാര്യമാണ്. സമർപ്പണം എന്നാൽ എന്താണ് മാധവ? സമർപ്പണം മനസ്സിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. മനുഷ്യൻ തന്റെ സമസ്ത ദൃഢനിശ്ചയങ്ങളും പരിത്യജിക്കുന്ന അവസ്ഥയാണ്. സ്വന്തമായി ഏതൊരു വിധത്തിലുള്ള നിർണയങ്ങളോ ശപഥങ്ങളോ ഒന്നും സ്വീകരിക്കാത്ത അവസ്ഥ. അവർക്ക് നൽകുന്ന കർമ്മങ്ങൾ ഏത് വിധത്തിലുള്ളതായാലും സമ്പൂർണമായ ആത്മാർത്ഥതയോടെ അത് നിർവഹിക്കുന്നു. വാസ്തവത്തിൽ സമർപ്പണമെന്ന വാക്കിന്റെ അർത്ഥം സ്വയം പൂർണ്ണമായും സ്വന്തം മനസ്സിനെയും ബുദ്ധിയെയും ജ്ഞാനത്തെയും ഇച്ഛകളെയും പ്രതീക്ഷകളെയും സ്വന്തം സങ്കല്പങ്ങളെയും സ്വന്തമായിട്ടുള്ള സമസ്തവും മറ്റാരിലെങ്കിലും അർപ്പിക്കുക എന്നതാണ്. ഇങ്ങനെയുള്ള സമർപ്പണത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. പത്നി പതിയോട് സമർപ്പിതയായിരിക്കുന്നു. ഒരു യോദ്ധാവിന്റെ സമർപ്പണം സേനാധിപതിയോടായിരിക്കുന്നതാണ്. ഒരു ശിഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ഗുരുഭക്തി മാത്രമാണ്. അപ്പോൾ ഈ ഭക്തിയെല്ലാം ഒരുപോലെയല്ലേ മാധവ? ഇവർക്കെല്ലാം ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുമോ? ഇല്ല പാർത്ഥ. മനുഷ്യൻ സ്വയം ആരുടെ മുമ്പിൽ സമർപ്പിക്കുന്നുവോ അവരുടെ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുന്നതാണ്. അവരുടെ മനസ്സിൽ യാതൊരുവിധ സംശയങ്ങളും യാതൊരുവിധ ചോദ്യങ്ങളും ഉടലെടുക്കുന്നില്ല. ഒരു ദുഷ്ടന്റെ സമക്ഷമാണ് ഈ സമർപ്പണമെങ്കിൽ ആ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം ദുഷിച്ചതായി മാറുന്നു. അംഗരാജാവ് കർണൻ ധർമ്മജ്ഞാനമുള്ള വ്യക്തിയായിരുന്നിട്ട് പോലും ചൂതുസഭയിൽ വെച്ച് പാഞ്ചാലിയെക്കുറിച്ച് അസഭ്യങ്ങൾ പറഞ്ഞു. അതിനുള്ള കാരണം അംഗരാജാവ് കർണന്റെ ദുര്യോധനൻ ജ്യേഷ്ഠനോടുള്ള സമർപ്പണമായിരുന്നു. ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനനമോ ജാതിയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച്
ഒരു ദുഷ്ടനു മുമ്പിൽ സ്വയം സമർപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടല്ലയോ ധനഞ്ജയ, സമർപ്പണം ഉത്തമനായ വ്യക്തിയുടെ മുൻപിലാകണമെന്നത് അത്യാവശ്യമാണ്. അതിലൂടെ മനുഷ്യൻ ഉത്തമനായി മാറുന്നു. ഇരുമ്പു ചങ്ങല ഉപയോഗിച്ച് അപരാധികളെ മാത്രമാണ് ബന്ധിക്കുന്നത്. പിച്ചളയുടെ ചങ്ങലകൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിലെ ദീപങ്ങളെയാണ് ബന്ധിക്കുന്നത്. സ്വർണം കൊണ്ടുള്ള മാലകൾ ആഭൂഷണമാക്കി മാറ്റിക്കൊണ്ട് നാം അത് കണ്ഠത്തിലാണ് അണിയാറുള്ളത്. പതിഭക്തി, സ്വാമിഭക്തി, മിത്രങ്ങളോടുള്ള ഭക്തി, ഇങ്ങനെയുള്ള അനേക തരം ഭക്തികളുണ്ട് പാർത്ഥ. എന്നാൽ ഇതിലേറ്റവും ശ്രേഷ്ഠമായ ഭക്തി പരമാത്മാവിനോടുള്ള ഭക്തി മാത്രമായിരിക്കും.